ഹലോ, എല്ലാവർക്കും കേക്ക് സമഗ്രയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ കറന്റ് അഫയേഴ്സ് ആണ് വായിക്കുന്നത്. ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ അതായത് IWLFന്റെ കീഴിലുള്ള അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൈക്കോം മീരാബായ് ചാനുവിനെയാണ്. ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ കീഴിലുള്ള അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൈക്കോം മീരാബായ് ചാനുവിനാണ്. പെറുവിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സുരുചി. പെറുവിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സുരുചി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ഡസ്റ്റ്ലിക്ക്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ഡസ്റ്റ്ലിക്ക് 6 എന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസമാണ് ഡസ്റ്റ്ലിക്ക് 6 ആണ്. ആര്യ വിദ്യാപീഠ കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഗുവാഹത്തിയിലെ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തവളയാണ് ലെപ്റ്റോബാച്ചിയം ആരിയേഷ്യം. എന്നുള്ളത് ആര്യ വിദ്യാപീഠ കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഗുവാഹത്തിയിലെ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തവളയുടെ പേരാണ് ലെപ്റ്റോബാച്ചിയം ആരേഷ്യം. പശ്ചിമഘട്ടത്തിലെ വലിയ മരത്തിന്റെ പൊള്ളയിൽ കാണപ്പെടുന്ന IUCN ദുർബല വിഭാഗമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന അപൂർവ സസ്തനിയുടെ പേരാണ് നീലഗിരി മാർട്ടൻ. ഇന്ത്യയുടെ ആദ്യ ട്രെയിൻ യാത്രയുടെ 172ാം വാർഷികം ഇന്ത്യൻ റെയിൽവേ ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? 172ാം വാർഷികം ആഘോഷിച്ചത് ഏപ്രിൽ 16-നാണ്. 172ാം വാർഷികം ആഘോഷിച്ചത് ഏപ്രിൽ 16-നാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞൾ ഇനമാണ് IISR സൂര്യ. എന്നത് മഞ്ഞൾ ഇനമാണ് IISR സൂര്യ. അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞൾ ഇനമാണ് IISR സൂര്യ. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവു ഫുലെയുടെയും ഭാര്യ സാവിത്രിബായ് ഫുലെയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രമാണ് ഫുലെ. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവു ഫുലെയുടെയും ഭാര്യ സാവിത്രി ഫുലെയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രമാണ് ഫുലെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് ദുബായിലേക്കാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് ദുബായിലേക്കാണ്. അടുത്തിടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികളാണ് സമയം സമന്വയ അതിജീവനം എന്നതാണ്. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികളുടെ പേരാണ് സമയം സമന്വയ അതിജീവനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് ട്രെയിനിൽ ATM സ്ഥാപിക്കപ്പെട്ടത് പഞ്ചവടി എക്സ്പ്രസിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് ട്രെയിനിൽ ATM സ്ഥാപിക്കപ്പെട്ടത്. 2025 ഏപ്രിലിൽ 65ാം സമാധി ദിനം ആചരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. സ്വാമികളുടെ 65ാം ജന്മദിനമല്ല കേട്ടോ, സമാധി ദിനം ആചരിക്കുന്നത് കേട്ടോ. 2025 ആഗമാനന്ദ സ്വാമികളുടെ 65ാം സമാധി ദിനം ആചരിക്കുന്നത്. ലോക വനിതാ ചെസ് ചാമ്പ്യനായത് ജു വെൻജൂൻ ആണ്. ലോക വനിതാ ചെസ് ചാമ്പ്യനായത് ജു വെൻജൂൻ ആണ്. അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനിയുടെ പേരാണ് ത്രീ ഗോർജസ് അന്റാർട്ടിക്കായി. അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനിയുടെ പേരെന്താ? ത്രീ ഗോർജസ് അന്റാർട്ടിക്കായി ആണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടനയാണ് IMF. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടന IMF ആണ്. ബാങ്ക് നിക്ഷേപകർക്കോ ലോക്കറുകൾക്കോ ഒരേ സമയം 4 നോമിനികളെ അതായത് അവകാശികളെ വരെ വെക്കാൻ അവസരം നൽകുന്ന ബാങ്കിംഗ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഏപ്രിൽ 15-നാണ്. 2025 ഏപ്രിൽ 15-നാണ് രാഷ്ട്രപതി സൈൻ ചെയ്തത്. ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 2025 മാസ്കോട്ടാണ് ഗജസിംഹ. ഓക്കെ, താങ്ക് യു.